ഗായ്സ് ഞാൻ സ്മോക്ക് എന്താ പറയുക ഗുളിക കുടിച്ചതിൻ്റെ ഒരു എഫക്റ്റിൽ ഭയങ്കര ക്ഷീണം പിടിച്ചിട്ടിപ്പോൾ എന്തെങ്കിലും തണുത്ത കുടിക്കാൻ ഭയങ്കര ഇത് പറഞ്ഞിപ്പോൾ കൊയിലാണ്ടി വന്ന് വാങ്ങി തിരിച്ച് വീട്ടിലോട്ട് പോയിക്കൊണ്ടിരിക്കുക. നേരത്തെ നമ്മൾ കുടിച്ചത് കസ്റ്റാർഡ് എന്ന് പറഞ്ഞിട്ടൊരു ഇതായിരുന്നു. ഇപ്പം അതില്ല. ഇപ്പോൾ ടെൻഡറും മുഹമ്മദ് സർബത്ത് പറഞ്ഞ സാധനമുണ്ട്. ആ രണ്ടുമാണ് ഇപ്പോൾ വാങ്ങിച്ചത്. രണ്ടും എന്താ പറയുക മേഡത്തിന് വലിയ ഇഷ്ടമില്ലാത്തൊരു കാര്യമാണ്. പറ്റുമോയെന്ന് എനിക്കറിയില്ല. എന്തായാലും നമുക്ക് പോയിട്ട് അവിടെ എത്തിയിട്ട് ബാക്കി എക്സ്പ്രഷൻ എങ്ങനെയാണെന്നുള്ളത് നമുക്ക് അവിടെ എത്തിയിട്ട് നോക്കാം. ആളെങ്ങനെയാണ് പ്രതികരിക്കുക എന്നുള്ളത്. കാരണം ആ രണ്ടും ആശാത്തിക്ക് പറ്റാത്തൊരു സാധനമാണ്. ടെൻഡർ പിന്നും കുഴപ്പമില്ല. മുഹബത്ത് എനിക്ക് തോന്നുന്നു വലിയൊരു ഇഷ്ടമില്ലാത്തൊരു സാധനമാണ്. സാധാരണ കഴിക്കില്ല. നേരത്തെ കഴിച്ചത് കസ്റ്റാർഡായിരുന്നു. അപ്പം അത് അവിടെ കഴിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തൽക്കാലം ഞാൻ വേറെ 2 എണ്ണം വാങ്ങിച്ചതാണ്. ബാക്കി നമുക്ക് അവിടെ എത്തിയിട്ട് നോക്കട്ടെ ഗൈസ്. അപ്പം ഗൈസ് നമ്മളിത് കൊടുത്ത് നോക്കി എന്താണ് എക്സ്പ്രഷൻ എന്നൊക്കെ നോക്കാം. സഞ്ജു വാങ്ങി നോക്കടാ. ഇത് അതില്ല, മറ്റേ നേരത്തെ സാധനം ഇല്ലായിരുന്നു. അപ്പൊ അതുകൊണ്ട് ഇത് വാങ്ങിച്ചത്. ജ്യൂസ് വേണമെന്ന് പറഞ്ഞിട്ട് ജ്യൂസ് കൊണ്ടെത്തുന്നതാണ് ഗൈസ്. ഫോണ് തിരിയുടെ താത്തു ഗൈസ് കാണുന്നില്ല ഗൈസ്. 2 മോഡൽ ജ്യൂസ്, പിന്നെ ഒരു നരിയൽക്ക പനി, മറ്റേത് തേങ്ങാ വെള്ളം കേട്ടോ. ഇത് രണ്ടുമാണ്. ഇത് നമ്മള് ബദാം അല്ല മറ്റേതല്ലേ സപ്പറത്ത്. ഇത് ഇളനീരിൻ്റെ ഇല്ലേ? ഒന്ന് ഇളനീരും നമ്മൾ വെക്കണ്ടടാ. ഒന്ന് ഇളനീരാണ്, ഒന്ന് മുഹബത്ത് കാ സർബത്ത്. എനിക്ക് ഇങ്ങനെ കുടിച്ചാൽ ഒരു തൃപ്തി വരില്ല ഗൈസ്. എന്തോ ക്ഷീണം പോലെ. എന്നെ കുടിക്കാൻ കിട്ടിയാൽ കൊള്ളാമോ എന്ന് പറഞ്ഞതായിരുന്നു. ഇത്ര പെട്ടെന്ന് പോയി വാങ്ങിക്കൊണ്ടുവരുമെന്ന് ഞാൻ വിചാരിച്ചില്ല. അപ്പോൾ ഇത് രണ്ടും ഞാൻ കുടിച്ച് തീർക്കട്ടെ കേട്ടോ. ഒന്ന് പറയണമെന്നുണ്ട്, പക്ഷെ ഒന്ന് ഇതേ ആള് കാത്തു നിൽക്കുന്നുണ്ട്. അതുകൊണ്ടൊന്ന് ഞാൻ കുടിച്ച് തീർക്കട്ടെ. താത്തിപ്പിടിയടാ ഓന്. ഇപ്പം ഞാനങ്ങ് താന്നും പോയി. മോനാ ഫോൺ പിടിക്കുന്നത്, എന്നിട്ട് ഫ്രണ്ട് ക്യാമറയാണ്. അവനൊന്നും ചെയ്യാൻ പറ്റില്ല. എന്താന്ന് പിടുത്തം കിട്ടുന്നില്ല, അതാണ്. അപ്പം ഒന്ന് ഞാനും കുടിക്കട്ടെ, ഒന്ന് ഫാത്തിമ കുടിക്കാൻ അവിടെ ആളുണ്ട്. കാലെടുക്ക്. അപ്പം അങ്ങനെയാണ്. അപ്പോൾ ഓക്കെ, ടാറ്റാ. പിന്നെ നിങ്ങളെ കൊതിപ്പിച്ച് കിടന്ന് കളയാൻ പിന്നൊരു ദിവസം വരാം കേട്ടോ. ബൈ.